വ്യത്യസ്ത കഥാപാത്രങ്ങളിലൂടെ മലയാളികളെ വിസ്മയിപ്പിച്ച നടനാണ് മോഹൻലാൽ. വർഷങ്ങളായി പ്രേക്ഷകരെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന താരം ഇന്നും തന്റെ അഭിനയ സബരിയ തുടരുന്നു. മോഹൻലാൽ സിനിമകൾ കാണാനുള്ള മലയാളികളുടെ ആവേശം ഇന്നും ചോർന്നു പോയിട്ടില്ല. നടനായും സംവിധായകനായും എല്ലാം അദ്ദേഹം മോളിവുഡിന്റെ അഭിമാനമായി നിലനിൽക്കുകയാണ്. മോഹൻലാലിനെ പോലെ തന്നെ താരത്തിന്റെ മക്കളും ആരാധകർക്കേറെ പ്രിയപ്പെട്ടവരാണ്. മോഹൻലാലിന്റെ മക്കളായ പ്രണവ് മോഹൻലാലും വിസ്മയ മോഹൻലാലും വളരെ സിമ്പിളായ മനുഷ്യന്മാരാണെന്ന അഭിപ്രായമാണ് എല്ലാവർക്കും. പ്രണവാണെങ്കിലും വിസ്മയ ആണെങ്കിലും സോഷ്യൽ മീഡിയയിൽ അത്ര സജീവമായിരുന്നില്ല. വിസ്മയയെ സോഷ്യൽ മീഡിയയിൽ വളരെ ചുരുക്കം മാത്രമേ കാണാറുള്ളൂ. എന്നാൽ അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിരുന്നു വിസ്മയ. അച്ഛനും അമ്മയ്ക്കും ബർത്ത്ഡേ വിഷ് ചെയ്യുകയും ഫോട്ടോസ് പങ്കുവച്ചും വിസ്മയ ഇൻസ്റ്റഗ്രാമിൽ സജീവമായിരുന്നു. വിസ്മയയുടെ ഈ മാറ്റം കണ്ട് ആരാധകരും ശരിക്കും അമ്പരന്നു. ഇപ്പോൾ വിസ്മയെ പങ്കുവച്ച ഒരു സ്റ്റോറിയാണ് ചർച്ചയാവുന്നത്. പ്രസന്റ് ആയിരിക്കുക, എല്ലാം താൽക്കാലികം മാത്രമാണെന്നാണ് വിസ്മയ കുറിച്ചത്. എന്താണ് ഈ സ്റ്റോറിയിലൂടെ വിസ്മയെ ഉദ്ദേശിച്ചത് എന്നാണ് ആരാധകർ ചോദിക്കുന്നത്. ഒരുപാട് അർത്ഥങ്ങളുള്ള വാചകങ്ങളാണ് വിസ്മയ എപ്പോഴും പങ്കുവയ്ക്കാറുള്ളത്. എഴുത്തുകാരി എന്ന നിലയിൽ കൂടി ശ്രദ്ധേയമാണ് താരം. ഗ്രെയിൻ ഓഫ് സ്റ്റാർഡസ്റ്റ് ആണ് വിസ്മയ മോഹൻലാലിന്റെ ആദ്യ പുസ്തകം. എഴുതണം എന്ന് കരുതിയ പുസ്തകമല്ല, യാത്രകളിൽ പലപ്പോഴായി കുറിച്ച കവിതകൾ ഒന്നിച്ചു ചേർത്ത് പുസ്തകമാക്കിയതാണെന്ന് വിസ്മയ പറഞ്ഞിരുന്നു. അടുത്ത പുസ്തകം കൂടി എഴുതാനുള്ള തയ്യാറെടുപ്പിലാണ് താരം. വിസ്മയ പൊതുവെ സോഷ്യൽ മീഡിയയിലോ മറ്റ് പരിപാടികളിലോ ഒന്നും തന്നെ വരാറില്ല. മറ്റ് താരപുത്രിമാരെ താരങ്ങൾക്കൊപ്പം കാണാറുണ്ടെങ്കിലും വിസ്മയെ അങ്ങനെ കാണാറില്ല. അഭിനയത്തിലേക്ക് വരാനുള്ള സാധ്യതയും കാണുന്നില്ല. അതേസമയം അടുപ്പിച്ചടുപ്പിച്ച് തന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വിസ്മയെ പങ്കുവച്ചിരുന്നു. സ്മോക്കി ദ ആർട്ടിസ്റ്റ് എന്ന ഫോട്ടോഗ്രാഫറാണ് ചിത്രങ്ങൾ പകർത്തിയിരിക്കുന്നത്. ബ്ലാക്ക് ഡ്രസ്സിൽ അതിമനോഹരിയായി നിൽക്കുന്ന വിസ്മയയുടെ ചിത്രങ്ങൾ ഇതിനോടകം വൈറലായി മാറിയിരിക്കുകയാണ്. ദിവ്യ വിനീത്, ജ്യോതി കൃഷ്ണ, ശ്രാവൺ മുകേഷ് അടക്കം നിരവധി സെലിബ്രിറ്റികൾ ചിത്രങ്ങൾക്ക് ലൈക്ക് ചെയ്തിട്ടുണ്ട്. വിസ്മയ മോഹൻലാലിന് സിനിമയിൽ വലിയ താല്പര്യമില്ലെന്നാണ് ആരാധകരും പറയുന്നത്. എഴുത്തും വായനയും യാത്രകളും ക്ലേ ആർട്ടും ഒക്കെയാണ് വിസ്മയയുടെ ലോകം. പലപ്പോഴും തന്റെ പ്രിയപ്പെട്ടവരുടെ സിനിമകൾ കണ്ട് അഭിപ്രായം സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കാനും താരപുത്രി മറക്കാറില്ല. വിസ്മയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മോഹൻലാൽ അന്ന് പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്: UK പോയി ചിത്രം വരെയൊക്കെ മകൾ പഠിച്ചിട്ടുണ്ട്. ഇന്തോനേഷ്യയിൽ കുട്ടികളെ പഠിപ്പിച്ചു. ഇപ്പോൾ തായ്ലാന്റിൽ മോയ് തായ് എന്ന ആയോധന കല പഠിക്കുകയാണ് വിസ്മയ എന്ന് അഭിമാനത്തോടെ മോഹൻലാൽ ഒരു അഭിമുഖത്തിനിടെ പറഞ്ഞിരുന്നു. എഴുത്തുകാരിയായ വിസ്മയ ഗ്രെയിൻസ് ഓഫ് സ്റ്റാൻഡസ്റ്റ് എന്നൊരു കവിത സമാഹാരം എഴുതിയിട്ടുണ്ട്. നക്ഷത്രതൂളികൾ എന്നാണ് മലയാളം പതിപ്പിന്റെ പേര്. വിസ്മയ മാത്രമല്ല, സഹോദരൻ പ്രണവ് മോഹൻലാലും സോഷ്യൽ മീഡിയയിൽ അത്ര സജീവമല്ല. തന്റെ യാത്രകൾക്കിടെ വല്ലപ്പോഴുമാണ് പ്രണവ് ചിത്രങ്ങൾ പങ്കുവയ്ക്കുന്നത്. കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് തന്റെ അമ്മ സുചിത്രയുടെയും ആന്റിയുടെയും സ്വപ്ന സാക്ഷാത്കാരത്തിന് സാക്ഷിയായ സന്തോഷം പങ്കിട്ട് വിസ്മയ എത്തിയിരുന്നു. ബ്രിട്ടീഷ് പോപ്പ് ഗായകനായ റോഡ് സ്റ്റിവാർട്ടിന്റെ പെർഫോമൻസ് ആസ്വദിക്കുന്ന സുചിത്ര മോഹൻലാലിന്റെ വീഡിയോയാണ് വിസ്മയ പങ്കിട്ടത്. എന്റെ അമ്മയുടെയും ആന്റിയുടെയും സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നു. എന്റെ അമ്മയ്ക്ക് ഇത് എത്രമാത്രം പ്രാധാന്യമാണെന്ന് അമ്മയെ അറിയുന്നവർക്ക് അറിയാമെന്നാണ് അമ്മയുടെ ഫാൻ ഗേൾ മൊമെന്റിന്റെ വീഡിയോ പങ്കിട്ട് വിസ്മയ കുറിച്ചത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.